സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് ഇപ്പോൾ കഥ എത്തി നിൽക്കുവാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് ആരുമില്ലെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ദൈവം ആരെങ്കിലും പറഞ്ഞയക്കുമെന്ന്. അതുപോലെ തന്നെ ഇന്ന് പല്ലവിയുടെ ജീവിതത്തിലും സംഭവിച്ചു. പല്ലവിക്ക് ആരുമില്ല. സേതു പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ശിക്ഷയായിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പല്ലവി എന്തായാലും സേതുവിനെ കാണാനായിട്ട് രാവിലെ എത്തുന്നത് കൊണ്ട് തന്നെ പല്ലവിയുടെ കൂടെ ആരും കാണത്തില്ല. ആ സമയത്ത് പല്ലവിയെ കൊല്ലാൻ സാധിക്കും എന്ന് വിചാരിച്ച പ്രതാപനും ഇന്ദ്രനും ഒരു 8ന്റെ പണി തന്നെ കിട്ടുകയും ചെയ്തു. പല്ലവിയെ രക്ഷിക്കാനായിട്ട് വേദയും വിക്രമും വരികയും ചെയ്തു. അതോടുകൂടി കഥ തന്നെ അവിടെ മാറി മറിഞ്ഞു. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കിടിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നൊക്കെ വിചാരിച്ച്, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി പല്ലവി സേതുവിനെ കാണാനായിട്ട് പോയതായിരുന്നു. പല്ലവിക്ക് അറിയാം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇന്ദ്രൻ എന്തായാലും തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കും എന്ന് പല്ലവിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഉടൻ തന്നെ ഇങ്ങനെ ഉണ്ടാകും എന്ന് പല്ലവി വിചാരിച്ചിരുന്നില്ല. പ്രതാപൻ ഇന്ദ്രനോട് ഫോണിൽ സംസാരിച്ചിട്ട് അവൾ ഇതുവരെ വന്നിട്ടില്ല, ഉറപ്പായിട്ടും ഇന്ന് തന്നെ ഞാൻ അവളുടെ കഥ കഴിക്കും, അവൾ ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്നൊക്കെ പ്രതാപൻ ഫോണിൽ സംസാരിച്ച് കോള് കട്ട് ചെയ്യുമ്പോൾ ദൂരെ നിന്ന് പല്ലവി വരുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ പ്രതാപൻ കാറും എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞ് പല്ലവി ഇടിച്ച് തെറിപ്പിച്ചിട്ട് കൊല്ലാനായിട്ട് ചീറിപ്പാഞ്ഞ് പോകുമായിരുന്നു. പല്ലവിയുടെ അടുത്തെത്തിയതും പല്ലവി അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ പെട്ടെന്ന് ഷോക്കായി നിൽക്കുന്ന സമയത്ത് ദൈവദൂതരെ പോലെ വിക്രമും വേദയും മാസായിട്ട് ആ ബൈക്കിൽ വന്നിറങ്ങി. അതോടുകൂടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് പ്രതാപൻ കാറ് നിർത്തി. ഉടൻ തന്നെ വേദ ഓടിപ്പോയി പല്ലവിയുടെ അടുത്ത് നിന്നു. അപ്പോൾ വേദയും വിക്രമും ആരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ പുതിയ സീരിയലായ പവിത്രത്തിലെ കഥാപാത്രങ്ങളാണ് വേദയും വിക്രമും എന്ന് പറയുന്നത്. അപ്പോൾ വേദയും വിക്രമും രക്ഷപ്പെടുത്താനായിട്ട് പല്ലവിയുടെ അടുത്തെത്തി. വേദ ഓടിപ്പോയി പല്ലവിക്ക് ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഉടൻ തന്നെ വിക്രം അപ്പം വിക്രമിനെയും വേദയും കണ്ട ഉടനെ തന്നെ പ്രതാപൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ വിക്രം ഓടിപ്പോയി പ്രതാപനെ തൂക്കിയെടുത്ത് നല്ല ഇടിയിടിച്ചു. പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് വിക്രമിനെ പിടിച്ച് തള്ളിക്കൊണ്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തിയെടുത്ത് വിക്രമിൻ്റെ നേർക്ക് പ്രതാപൻ വീശി. അത് കണ്ടപ്പോൾ പല്ലവി ഒന്ന് പേടിച്ചു പോയി, ദൈവമേ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. എന്നാൽ ആ സമയത്ത് വേദ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആകും. ഉടൻ തന്നെ പ്രതാപനെ പിടിച്ച് പ്രതാപൻ്റെ കയ്യിലിരുന്ന കത്തിയെല്ലാം പിടിച്ച് വാങ്ങിച്ചെടുത്ത് എറിഞ്ഞ് പ്രതാപനെ നല്ല അടി കൊടുത്തു. ഒരു കാരണവശാലും ഇനി എണീറ്റിരിക്കാനായിട്ട് പ്രതാപൻ ഒരാളുടെ സഹായം തേടേണ്ടി വരും. അമ്മാതിരി ഇടി കൊടുത്തിട്ടാണ് പ്രതാപനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതല്ല, പ്രതാപൻ രക്ഷപ്പെട്ട് ഓടിയത്. അതോടുകൂടി പല്ലവിക്ക് രക്ഷകരായിട്ട് വേദയും വിക്രമും എത്തി. ഭയങ്കര സന്തോഷത്തിലായി. എന്നാൽ എന്തു പറ്റി, അല്ലെങ്കിൽ അത് ആരാണ്, അയാളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് വിക്രം ചോദിച്ചു. എന്നാൽ അറിയാം, അയാളെ എനിക്കറിയാം, എന്നാൽ അത് എന്തിനയാൾ കൊല്ലാൻ വന്നു എന്ന് പറയണമെങ്കിൽ വലിയൊരു കഥ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ പോകുകയാണെന്ന് വിക്രമിനോടും വേദയോടും പല്ലവി പറയുകയും, എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ടാക്സി വിളിച്ചു. വിക്രമൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരാൾക്കൊരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ സേതുവിൻ്റെ അതേ ടൈപ്പാണ് കേട്ടോ വിക്രമും. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താതെ പല്ലവി ഇവിടെ വിക്രമിനാണെങ്കിലും സേതുവിനാണെങ്കിലും ഉറക്കം വരത്തില്ല. അങ്ങനെ ടാക്സി വിളിച്ച് വിക്രമും വേദയും ഒപ്പം പല്ലവിയും കൂടി നേരെ സേതുവിൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോകുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ പല്ലവിയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും, വിവാഹം തുടങ്ങിയത് തൊട്ട് സേതുവിനെ കണ്ടുമുട്ടിയതും അവസാനം ഈ ഡിവോഴ്സിൽ വന്ന് നിൽക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും വിക്രമിനോടും വേദയോടും പല്ലവി വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര സങ്കടം, അവിടെ എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നി. ഒപ്പം തന്നെ സേതുവിൻ്റെ ആ നന്മയ്ക്ക് ഒരുപാട് ബിഗ് സല്യൂട്ടും കൊടുത്തു. ഇത്രത്തോളം വലിയൊരു കാര്യം ചെയ്ത സേതുവിനെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സേതുവിനെ കണ്ടു. അതിനിടയിൽ തന്നെ വേദയെ താങ്ങുന്ന രീതിയിൽ വിക്രമിനെ താങ്ങുന്ന രീതിയിലും വേദയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഉടക്കുന്നുണ്ട്.
അതൊക്കെ കഴിഞ്ഞ് സേതുവിനെ നേരിൽ കണ്ടു. അപ്പോൾ വിക്രം തന്നെ പോയി സേതുവിനെ പരിചയപ്പെടുത്തി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പല്ലവി ടീച്ചറിനെ രക്ഷപ്പെടുത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോഴാണ് വഴിയിൽ നടന്ന സംഭവങ്ങൾ, പ്രതാപൻ കൊല്ലാൻ വന്ന സംഭവങ്ങളൊക്കെ പല്ലവി വിശദീകരിച്ചത്. അതോടുകൂടി സേതുവിന് ഭയങ്കര ദേഷ്യം വന്നു. പ്രതാപന് ഇന്ന് തന്നെ ഇതിന്റെ പണി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സേതു ഇറങ്ങുമ്പോഴാണ് വിക്രം പറഞ്ഞത്, ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട, കാരണം ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്, പണി ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ പോകണ്ട, ഇനി പ്രതാപൻ എണീറ്റിരിക്കണമെങ്കിൽ ഇനി ഒരാളുടെ സഹായം കൂടി വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇന്ദ്രനാണ് ഇനി ഒരു 8ന്റെ പണി കൊടുക്കേണ്ടത്. അവനെ പോലെ ഒരാൾക്ക് ഇങ്ങനെയല്ല, നല്ല ഇടി കൊടുക്കണം, എന്നാൽ മാത്രമേ അവനൊക്കെ പഠിക്കത്തുള്ളൂ. എന്തായാലും ഇന്ദ്രന് ഒരു പണി കൊടുക്കാനുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ വിളിക്കണം, ഞാൻ നിങ്ങൾക്ക് സഹായമായിട്ട് ഉടൻ തന്നെ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവർ നിൽക്കുവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിക്രമനും വേദയ്ക്കും പോകണം. അപ്പോൾ തിരികെ അവർ അതേ ടാക്സിയിൽ തന്നെ തിരികെ പോയി. എന്നിട്ട് വിക്രം ബൈക്കൊക്കെ എടുത്തു. പോകുന്നതിന് മുന്നേ വീണ്ടും പല്ലവിയോട് സേതുവിനോടൊക്കെ ഒരുപാട് അവർ രണ്ടുപേരും എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞു. മാത്രമല്ല പല്ലവിയും സേതുവും ഒരുപോലെ പറഞ്ഞു, ഞങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ രണ്ടുപേരും എത്തണം, ഞങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകണം എന്നൊക്കെ പറയുകയും ഉറപ്പായിട്ടും ഞങ്ങൾ എത്തിയിരിക്കും എന്ന് വിക്രം പറയുകയും ചെയ്തു. വിക്രമിന് വിവാഹത്തിലൊന്നും അത്ര ഒരു ഇതില്ലെങ്കിലും, വിവാഹം പിന്നെ ഈ അമ്പല കാര്യങ്ങളിലൊന്നും അത്ര ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും സേതുവിൻ്റെയും പല്ലവിയുടെ വിവാഹത്തിൽ ഉറപ്പായിട്ടും പങ്കെടുക്കും എന്ന് ഉറപ്പും നൽകി. പോകുന്നതിന് മുന്നേ തന്നെ വേദയുടെ ഇരട്ടപ്പേരായ വേതാളവും പിന്നെ വിക്രമിൻ്റെ ഇരട്ടപ്പേരായ വെട്ടുപോത്തും, അങ്ങനെ അതിൻ്റെ കളിയാക്കലും പിന്നെ തമാശയൊക്കെ ആയിട്ട് എല്ലാം ശുഭമായി. അങ്ങനെ അവരോട് പല്ലവിയോടും സേതുവിനോടും നന്ദിയൊക്കെ പറഞ്ഞ് ഒപ്പം യാത്രയൊക്കെ പറഞ്ഞിട്ട് വേദയും വിക്രമും നേരെ പോയി. തിരിച്ച് പല്ലവിയും സേതുവും കൂടി കാറൊക്കെ എടുത്ത് തിരികെ വീട്ടിലോട്ടെത്തിയപ്പോൾ തന്നെ ശോഭ അവരെ ഒഴിഞ്ഞിടാനായിട്ട്, ഒരു കണ്ണേറ് തട്ടാതെ ഒഴിഞ്ഞിടാനായിട്ട് പിന്നെ നമ്മുടെ അങ്ങനെ ഒഴിഞ്ഞിടും കേട്ടോ, അങ്ങനെ ഒഴിഞ്ഞിട്ട് എല്ലാ ദോഷങ്ങളും മാറണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അകത്തോട്ട് പോയി. എന്തായാലും ഒരുപാട് മാസങ്ങൾക്ക് ശേഷം, ഒരുപാട് നാളുകളുടെ പ്രയത്നത്തിന് ശേഷമാണ് പല്ലവിയും സേതുവും ഇത്രയും സന്തോഷമായിട്ട് നിൽക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും, ഇതുപോലെ പ്രതാപനെ പോലെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.